ഹലോ, ജോസഫ് എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ദേശത്തോടെ അയലിലെ തുണി എടുക്കുന്ന നന്ദിനിയാണ്. അപ്പോഴാണ് അവിടേക്ക് ഒരു കാറിൽ ഒരു പെൺകുട്ടി വരികയും വിനായകനെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ താമസത്തിന് വീട് അന്വേഷിച്ച് വന്നതായിരുന്നു. വിനായകനായിരുന്നു അവർക്ക് വീട് ശരിയാക്കി കൊടുത്തത്. അങ്ങനെ വിനായകൻ അവരെയും കൂട്ടി തൊട്ടടുത്ത് വീട് കാണിക്കാൻ വേണ്ടി പോവാണ്. വേദയും കമലയും നന്ദിനിയോട് അത് ആരെന്ന് അന്വേഷിക്കുന്നുണ്ട്. നന്ദിനി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് വിക്രം എവിടേക്കോ പോകാൻ വേണ്ടി ഇറങ്ങി വന്നത്. വിക്രമിൻ്റെ ഫോണിലേക്ക് വിനായകൻ വിളിക്കുകയും പുതിയ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഇറക്കാൻ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ദേഷ്യത്തോടെ അവിടേക്ക് പോവുകയും സാധനങ്ങൾ ഇറക്കി വെക്കുകയാണ് ചെയ്യാണ് വിക്രം. പിന്നീട് കാണിക്കുന്നത് വിക്രം തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇരിക്കുന്നതാണ്. അപ്പോഴാണ് അവിടേക്ക് രാധ വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ രണ്ടുപേരെയും, വിക്രമിനെയും രാധയെയും, നല്ലോണം ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന്. എന്നാൽ വിക്രം രാധയെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അത് കേട്ട് രാധ അവിടുന്ന് ദേഷ്യത്തോടെ കരഞ്ഞ് ഇറങ്ങി പോവാണ്. ഇതെല്ലാം കണ്ടു നിന്ന വിക്രമിൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട് വിക്രമിനോട്, ഈ രണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് നിനക്ക് പെൺശാപം ഉണ്ടാകുമെന്നും അവരെ കൊണ്ട് നീ കുടുങ്ങുമെന്നും പറയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസനുമായി സംസാരിക്കുന്ന വിക്രമിനെയാണ്. അപ്പോഴാണ് അവിടേക്ക് ശ്രീനിവാസന്റെ ഭാര്യ സുധ വരുന്നത്. സുധയെ കണ്ടതും വിക്രം വിശേഷങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. വിക്രമിന്റെ പെൺശാപത്തെക്കുറിച്ച് ശ്രീനിവാസൻ സുധയോട് പറയുകയും അവന്റെ പേടി ഒന്ന് മാറ്റാൻ പറയുകയുമാണ്. അത് കേട്ടതും സുധ വിക്രമിനോട് നെയ്യാറ്റിൻകര നാരായണസ്വാമിയെ കാണാൻ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ നിന്നും ഇറങ്ങാൻ നോക്കുന്ന അച്ചമ്മയെയാണ്. അപ്പോഴാണ് അവിടേക്ക് രാവിലെ വന്ന താമസക്കാരി രമ്യ വരുന്നത്. താമസം തുടങ്ങിയതിന് സീഡ്സായി വന്നതായിരുന്നു രമ്യ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് അച്ചമ്മ. പിന്നീട് കാണിക്കുന്നത് നാരായണസ്വാമിയുടെ മുന്നിലിരിക്കുന്ന സുധയെയും വിക്രമിനെയുമാണ്. ഇതോടുകൂടി പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.